എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം, ഇത് മുന്നേ നമ്മൾ ഷെയർ ചെയ്തതാണ്, എന്നാൽ ഒന്നും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് വേറെയും കാണാം. അതായത് വൈ താലിബാൻ ഡു വാട്ട് ദേ ഡു എന്നുള്ളത്, എന്തുകൊണ്ട് താലിബാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ളത്. കാരണം ആ പ്രാക്ടീസസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് എവിടെ നിന്നാണ് അതിൻ്റെ മാതൃക കിട്ടിയത് എന്നുള്ളത് സംബന്ധിച്ച് കുറേ വർഷങ്ങൾക്ക് മുന്നേ, മീൻസ് ഏതാനും 1-2 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് വിശ്വാസികൾ. താലിബാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും മാതൃക മുഹമ്മദ് നബിയാണ്. കാരണം ഈ മാലോകർക്ക് മുഴുവൻ, ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള ഉത്തമ മാതൃകയാണ് എന്ന് നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് നബി ചെയ്തു കൂട്ടിയ പോക്കിരിത്തരങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുക. ഇതാണ് യഥാർത്ഥത്തിൽ താലിബാൻ അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ അന്നും മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു സംഗതി നിങ്ങൾ കാണിച്ചു തരിക എന്ന് പറഞ്ഞിട്ട് ആ വെല്ലുവിളി ഇന്നിവിടെ നിൽക്കുകയാണ്. അത് താലിബാന്റെ കാര്യത്തിൽ മാത്രമല്ല, ഐസിസ് ചെയ്യുന്നത്, അൽ ഖൈദ ചെയ്യുന്നത്, ഏത് തന്നെ ആയാലും, ഇത് ഏത് ഇസ്ലാമിക ഭീകര സംഘടന ചെയ്യുന്ന പ്രവൃത്തിയായാലും അവർ ചെയ്യുന്നതിൽ അനിസ്ലാമികമായി, ഇസ്ലാമിൽ പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യുന്നത് ഏതെങ്കിലും ഒരെണ്ണം, ഞാൻ 5 2 ഒന്നും പറയുന്നില്ല, ഒരേ ഒരെണ്ണം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, നമ്മൾ ഈ പണി നിർത്തും. ഇത് പറഞ്ഞിട്ട് വർഷങ്ങളായി, ഇതുവരെ ഒരാൾക്കും ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ വാദം, ഇതേ വെല്ലുവിളി ഒരു കാലത്ത് ഞാനും ഏറ്റെടുക്കുകയും ഇത് എൻ്റെ സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ മതം വിടുന്നതിലേക്ക് എത്തിയത്. കാരണം ശ്രീലങ്കയിൽ നടന്ന ആ സ്ഫോടനം, ബാഗും തൂക്കി ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ചെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, അത് സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ അവിടെയും ഇതേ കാര്യമാണ് വന്നത്. ഐസിസ് ചെയ്തു, അതിൽ അനിസ്ലാമികമായ ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ എന്ന ചർച്ച ഇതുപോലെ കാണേണ്ടി വന്നു. അത് ഞാൻ അന്വേഷിക്കാൻ മുതിർന്നിറങ്ങി. അതാണ് ഇന്നിപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇതുപോലെ നെഞ്ചത്ത് ഈ മ്യൂന്ന് എഴുതി നിൽക്കേണ്ടി വരുന്നത്, പ്രൗഡ് എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ. എന്താണ് അപ്പോൾ താലിബാൻ ചെയ്യുന്നത്? ഒരു 5-6 ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാം ചെറുതായിട്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് താലിബാൻ ചെറിയ പെൺകുട്ടികളെ അവരുടെ ഭാര്യമാരായിട്ട് സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നത്? നിങ്ങൾ കണ്ടു കാണും, താലിബാൻ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പെൺകുട്ടികളെയൊക്കെ നോട്ടമിട്ട് അവരെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും അവരെ കൊണ്ടുപോകുന്നത്, അതിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. കാരണം മുഹമ്മദ് നബി കെട്ടിയത് ഒരു 6 വയസ്സുകാരിയായ പെൺകുട്ടിയെയാണ്. അപ്പോൾ ഇതെന്തിനാ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പഴകി പുളിച്ച സാധനമല്ലേ എന്ന് ചോദിച്ചാൽ അത് എൻ്റെ കുഴപ്പമില്ല. നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെ ആകുമ്പോൾ നമുക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ നിർത്തുക ഈ കാര്യം, എന്നാൽ നമ്മൾ നിർത്തും. അല്ലാതെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഇതിൻ്റെ പേരിൽ നാട്ടിൽ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുകയും ആളുകളെ മുഴുവൻ പ്രശ്നക്കാർ ആക്കി മാറ്റുകയും ചെയ്യുന്ന ഇതിൻ്റെ ഇടയിൽ അത് മാത്രം പറയരുത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുക? ഒന്നുകിൽ നിങ്ങൾ ആ പണി നിർത്തുക, എന്നാൽ നമുക്കും പണി നിർത്താം. അതല്ലാതെ നിങ്ങളെല്ലാ പോക്കിരിത്തരവും ചെയ്തിട്ട് അതിൻ്റെ എല്ലാം കാരണം, അതിനെല്ലാം ഉത്തരവാദി ഇസ്ലാമാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ, ഇസ്ലാമികമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മളും അതെടുക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 6 വയസ്സുകാരിയെ കെട്ടിയ മുഹമ്മദ് നബി മാതൃകയാണ് താലിബാൻ അല്ലെങ്കിൽ ഐസിസ് അവർക്ക്. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഇത് അല്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ഇതിൻ്റെ തെളിവുകൾ താഴെ നിങ്ങൾക്ക് അവിടെ കാണാം. സഹീഹ് ബുഖാരിയിലുള്ള ഹദീസ് നമ്പറുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വെരിഫൈ ചെയ്യാവുന്നതാണ്, മുസ്ലിമിലെ ഉള്ളതുണ്ട്. ഇതൊന്ന്. ഇനി രണ്ടാമത്തേത്, താലിബാൻ എന്തുകൊണ്ടാണ് സ്ത്രീകളെ സ്റ്റുപ്പിഡായിട്ട്, അതല്ലെങ്കിൽ അവർക്ക് ബുദ്ധിയില്ലാത്തവരായിട്ട്, ബുദ്ധി കുറഞ്ഞവരായിട്ട് പരിഗണിക്കുന്നത്? കാരണം മുഹമ്മദ് നബി കരുതിയത് അങ്ങനെയാണ്. ആണിൻ്റെ പകുതി ബുദ്ധിയേ ഉള്ളൂ സ്ത്രീക്ക് എന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നു. അങ്ങനത്തെ വിടുവായത്തരം പറഞ്ഞു വെച്ച മുഹമ്മദിന് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് എങ്ങനെയാണ് പഴകിപ്പൊളിച്ച സാധനമാകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്താണ് ഇതുപോലെ അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചു വെക്കുന്നതും, സ്ത്രീകൾ അസുഖം വന്ന്, അത് ഇനിയിപ്പോൾ ഒരു ചെറിയ ജലദോഷപ്പനിയാണെങ്കിൽ പോലും അത് മൂർച്ഛിച്ച് മറ്റ് വലിയ ന്യൂമോണിയ ആയിട്ടോ മറ്റോ ഒക്കെ ആയിട്ട് മരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും തള്ളിവിടുന്ന തരത്തിലുള്ള നിയമങ്ങൾ പോലും ഇവിടെ നിഷ്കർഷിക്കാൻ താലിബാന് പ്രേരണ നൽകുന്നത്. പെണ്ണുങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, അവർ തുന്നൽ പഠിച്ചാൽ മതി എന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. ഇത് സംബന്ധിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കേരള താലിബാൻ സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ അവർ കൃത്യമായിട്ട് 1928 പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കുന്നത് ഹറാമാണ് എന്ന് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അത് മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അറബി മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ താലിബാൻ പറയുന്നതും കേരളത്തിലെ സമസ്ത പറഞ്ഞതും ഒരേ കാര്യം തന്നെയാണ്. ഇതുപോലെ സമസ്തയുടെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഈ ഹുദവി പറഞ്ഞതും ഇതുപോലെ താലിബാന്റെ നേതാക്കന്മാർ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്.
അപ്പോൾ ഇവിടെ എവിടെയാണ് ഇസ്ലാമും താലിബാനും സമസ്തയും അതുപോലുള്ള സംഘടനകളൊക്കെ വേറെയാകുന്നത്? ഇതെല്ലാം ഒന്നാണെന്നാണ് ഞാൻ തുടക്കം മുതൽ ഇവിടെ വരെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇനി അടുത്തത്, ഇവിടെ നിങ്ങൾക്ക് കാണാം താലിബാൻ എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഈ പറയുന്ന പോലെ യുദ്ധത്തിലും അല്ലെങ്കിൽ തടവുകാരായിട്ടൊക്കെ പിടിച്ച് അവരെ റേപ്പ് ചെയ്യുന്നത്? കാരണം മുഹമ്മദ് നബി അതാ ചെയ്തത്. അവിടെ റേപ്പ് എന്നുള്ളൊരു വാക്ക് അത് ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീകളെ അവരുടെ കൺസെന്റ് കൂടാതെ സെക്സിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റേപ്പിന് കൊടുക്കുന്ന ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ അത് അന്യമാണ്. ഇസ്ലാമിൽ കൺസെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല, റേപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കൊള്ളയടിച്ച് പിടിക്കപ്പെടുന്ന സ്ത്രീകളെ അവരുടെ അനുവാദം കൂടാതെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാമെന്ന്, അത് അവരുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുന്നിലിട്ട് പോലും ചെയ്യുന്നതിന് മടിച്ചു നിന്ന് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾക്ക് ആയത്തിറക്കി കൊടുത്ത് അത് ചെയ്തട മക്കളെ എന്ന് പോലും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രവാചകനാണ് നമ്മൾ വിളിക്കുന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിങ്ങളാരും മറക്കരുത്. തെളിവുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. തെളിവില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. ഇനി അടുത്തത്, വൈ ഡസ് ദ താലിബാൻ ടേക്ക് വിമൻ ആസ് സെക്സ് സ്ലേവ്സ്? എന്തുകൊണ്ടാണ്? അതും മുഹമ്മദ് നബി ചെയ്ത കാര്യമാണ്. തടവുകാരായിട്ട് പിടിക്കുന്നു, അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. ഇതാണ് മുഹമ്മദ് ചെയ്തു വച്ചിരിക്കുന്നത്. അടിമ വിമോചനം എന്ന് പറയുന്ന സാധനം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃത്യമായ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം മുഹമ്മദ് തുടക്കം മുതൽ അവസാനം വരെ ചെയ്തിരിക്കുന്നത് ആവോളം ഈ പറയുന്ന സ്ത്രീകളെ അടിമകളായിട്ട് ഉപയോഗിക്കുകയും വെക്കുകയും ലൈംഗികമായിട്ട് അവരെ ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിനുള്ള തെളിവുകൾ ഇസ്ലാം എമ്പാടും നിങ്ങൾക്ക് മുന്നോട്ട് വെച്ച് തരും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് താലിബാൻ അവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐസിസ് യസീദികളെയും അതുപോലെ മറ്റ് സ്ത്രീകളെയൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന കഥകൾ നിങ്ങൾ വായിച്ചു കാണും. അവസാനത്തെ പെണ്ണ് നാദിയ മുറാദ് എഴുതിയത് നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ നിങ്ങൾക്ക് വായിക്കാം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്, ഐസിസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അതിനവർ പറയുന്നത് ഇസ്ലാമിലെ ആയത്തുകൾ മുന്നോട്ട് വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകൾ ഇതാ വെച്ചിട്ടാണ് അവരവിടെ ചെയ്യുന്നത്. തെളിവ് വേണ്ട ആളുകൾ വീണ്ടും അന്വേഷണം ആരംഭിക്കുക. ഒരു ചെറിയ സാമ്പിൾ മാത്രമേ എനിക്കിവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, ക്ഷമിക്കുക. അടുത്തത്, വൈ ഡസ് ദ താലിബാൻ ഹെയ്റ്റ് ആൻഡ് ഓപ്രസ് ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസ്? എന്താണ് ക്രിസ്ത്യാനികളോടും അതുപോലെ ജൂതന്മാരോടും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് ചെയ്തത് അതാണ്. ഹെയ്റ്റഡ് ആൻഡ് ഓപ്രസ് ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസ്, ഇതാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജൂതൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ നിങ്ങൾ തിരിച്ചിങ്ങനെ പോകുമ്പോൾ അവന് വഴി ഇങ്ങനെ ഇടുക്കി കൊടുക്കണം. ഏതൊരു സിനിമയിലും മറ്റേ ജഗദീഷ് ചെയ്യുന്ന രീതി, അതാണ് നമ്മളവിടെ ചെയ്യണമെന്നാണ് മുഹമ്മദ് പഠിപ്പിക്കുന്നത്. അവനെ പോകാൻ അനുവദിക്കരുത്, ജൂതനോട് സലാം തിരിച്ച് പറയരുത് എന്ന് പറയുന്ന മുഹമ്മദ്. ഇതുപോലെ പല കാര്യങ്ങൾ. ഇനി വേറൊരു കഥ, ഒരു ജൂതന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ചാടി എഴുന്നേറ്റ് നിന്നു. മുഹമ്മദ് എന്തോ വലിയ മാതൃക കാണിച്ചു എന്ന് പറയുന്ന സംഗതി, അതിനൊക്കെ വലിയ തോതിൽ പറഞ്ഞ് അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാം എന്തോ സർവ്വമത ഇതുപോലെ ബഹുമാനിക്കുന്ന ഒരു സംഗതിയൊക്കെയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്താണ് ഞാനും അറിയുന്നത് സത്യത്തിൽ ആ ഹദീസിനൊരു രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ളത്. അതായത് അത് പറയുന്ന ഇസ്ലാമിക പണ്ഡിതർ തന്നെയുണ്ട് ഇവിടെ. അതായത് ആ പറയുന്ന ജനാസ മൃതദേഹം ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ മുഹമ്മദ് ചാടി എഴുന്നേറ്റു. മുഹമ്മദ് എന്നുള്ളത് എൻ്റെ പൂച്ചയുടെ പേരാണ്. ഞാൻ അധികം വൈകാതെ ഒരു പട്ടിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, മുഹമ്മദ് സീനിയർ എന്ന് പറഞ്ഞിട്ട്. അധികം വൈകാതെ വരും. അപ്പോൾ ഈ ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ മുഹമ്മദ് ചാടി എഴുന്നേറ്റു. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അയ്യോ അത് മരിച്ചതൊരു ജൂതനാണ്, മുഹമ്മദ് എന്തിനാ ചാടി എഴുന്നേറ്റത് എന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് പറയുന്ന ഉത്തരം, ഓഹോ അങ്ങനെയാണല്ലേ, ഞാൻ ചാടി എഴുന്നേറ്റത് ജൂതൻ്റെ മയ്യത്ത് ആയതുകൊണ്ടല്ല, അതിന് കൂടെ മലക്കുകൾ നടന്നു പോകുന്നുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത് എന്ന് പറഞ്ഞിട്ട് തിരുത്തുന്ന ഒരു രണ്ടാം ഭാഗം കൂടി ഉണ്ട് ഹദീസിന്. പക്ഷെ നമ്മൾ എപ്പോഴും ആ ആദ്യ ഭാഗം മാത്രമേ കേൾക്കുള്ളൂ. ജൂതൻ്റെ മയ്യത്ത് പോയപ്പോൾ മുഹമ്മദ് എണീറ്റുന്നു, ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. അതായത് അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ഉപഭൂഖണ്ഡത്തിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും നാട് കടത്തും, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ആദ്യമായിട്ട് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാക്ഷാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മതി നമ്മൾ സംഘികളുടെ മണ്ടയ്ക്കോട്ട് കയറുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി അടുത്തത്, വൈ ഡസ് ദ താലിബാൻ മേക്ക് വിമൻ കവർ ദംസെൽവ്സ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളോട് മൂടി പൊതിച്ച് നടക്കാൻ പറയുന്നത്?